എടാ ഇവന്മാർ നമ്മുടെ രഹസ്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇവന്മാരെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. എടാ മണ്ടന്മാരെ, ഞങ്ങൾ ഓടാൻ വന്നതല്ല, നിന്നെയൊക്കെ പപ്പടമാക്കാൻ വന്നതാ. അമ്മാവന്റെ ഗ്രാമം ഉണ്ടല്ലോ, ശരിക്കും ഒരു സ്വർഗം തന്നെയാ. ഇതിനൊരു രുചിയില്ലല്ലോ. ഇതേ അങ്ങനെ കഴിക്കാനുള്ളതല്ല. ഗ്രാമങ്ങളിൽ സാധാരണ ഇത് വെച്ചാ പല്ല് കഴിക്കുന്നത്. സംശയമുണ്ടോ? ഗ്രാമമുഖ്യ കുളം കാലിയായിരിക്കാണ്. ഒരു തുള്ളി വെള്ളം പോലും കുളത്തിലില്ല. എന്തൊക്കെയാ നീ പറയുന്നത്? നിന്റെ തലയ്ക്ക് വട്ട് പിടിച്ചോ? ഒരു രാത്രി കൊണ്ട് കുളത്തിലെ വെള്ളം മുഴുവൻ എങ്ങനെയാടാ വറ്റിപ്പോകുന്നത്? അതെ അമ്മാവ, ഞാൻ പശുവിന് വെള്ളം കൊടുക്കാൻ പോയതാ. അവിടെ ഒട്ടും വെള്ളമില്ല. അത് ശരി. ശരി ശരി, നീ വാ, നമുക്ക് പോയി ഒന്ന് നോക്കിയിട്ട് വരാം. അല്ല, ഇതിപ്പോ എങ്ങനെയാ സംഭവിച്ചത്? ഇന്നലെ രാത്രി ആർക്കോ നന്നായിട്ട് ദാഹിച്ചപ്പോ ഉള്ള വെള്ളം മൊത്തം കോരി കുടിച്ചു കാണും. ഇട കഴുതേ, ഈ വെള്ളം മുഴുവൻ എങ്ങനെ കോരി കുളിക്കാൻ കഴിയും? പക്ഷെ കുളത്തിൽ ഒരു തുള്ളി വെള്ളമില്ല. അപ്പൊ ഇത് എങ്ങോട്ടാ പോയിരിക്കുന്നേ? പറന്നുപോയി. ഗ്ലോബൽ വാർമിംഗ്. സംശയമുണ്ടോ? നീയും ഹണിയെ പോലെ സംസാരിക്കല്ലേ. ആഗോള താപനത്തിൽ ഒരു കുളവും ഒറ്റ മണിക്കൂർ കൊണ്ട് പറ്റില്ല. എന്തായാലും നമുക്ക് ഈ കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാ വാ അമ്മാവാ, നമ്മളും അമ്മാവന്റെ കൂടെ വരാം. അയ്യോ, ഒറ്റ രാത്രി കൊണ്ട് ഈ കുളം എങ്ങനെയാ വറ്റിപ്പോയത്? എന്റെ അമ്മാവ, നിങ്ങൾ പറഞ്ഞത് ഈ കുളം കാലിയാണെന്നല്ലേ? എന്നിട്ടിപ്പോ വെള്ളം നിറഞ്ഞു കിടക്കുവാണല്ലോ. അപ്പൊ പിന്നെ ഇത് എന്തുകൊണ്ടാ നിറഞ്ഞത്? ഇത് വെള്ളം കൊണ്ടാ നിറഞ്ഞത്. എന്റെ പൊന്നോ, കുളം വെള്ളം കൊണ്ടല്ലാതെ പിന്നെ സർബത്ത് കൊണ്ടൊന്നും നിറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സർവത്തോണ്ട് നിറയ്ക്കാൻ പറ്റോ? അങ്ങനൊന്നും നിറയ്ക്കാൻ പറ്റില്ല. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സമയം കളയരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ? വെറുതെ സമയം കളയരുത്. എനിക്ക് വേറെ ജോലിയുണ്ട്. ഞാനൊരു ഓഫീസറും കൂടിയാണ്. ഒരു ഫോറസ്റ്റ് ഓഫീസർ ആകുമ്പോ കാട് മുഴുവൻ സംരക്ഷിക്കേണ്ടി വരും. അതായത് ചെടികൾ നടുക, മരങ്ങൾ സംരക്ഷിക്കുക, പിന്നെ ജീവജാലങ്ങളെ നോക്കുക, വേട്ടക്കാരെ തടയുക, പിന്നെ മരം വെട്ടുന്നവരെ പിടിക്കുകയും വേണം. ഇങ്ങനെ 2 മണിക്കൂറൊക്കെ നിങ്ങളോടൊപ്പം ചെലവഴിച്ചാല് ബാക്കിയുള്ള ജോലികൾ ആരാ ചെയ്യുക? സർ, ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഈ കുളം നിറഞ്ഞു കിടക്കായിരുന്നു. രാവിലെ ആണെങ്കിൽ വറ്റി കിടക്കുന്നു. ഇപ്പതാ വീണ്ടും നിറഞ്ഞിരിക്കുന്നു. സംശയമുണ്ടോ? ദേ, ഓരോന്ന് പറഞ്ഞ് വെറുതെ എന്നെ കൺഫ്യൂഷൻ ആക്കല്ലേ. ഇങ്ങനെ മണ്ടത്തരം പറയുന്ന താൻ ചിലപ്പോ ഒരു കഴുതയായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്നെ ആക്കാനും നോക്കണ്ട. സാറൊരു മനുഷ്യനല്ലേ, നിന്ന നിപ്പിൽ പെട്ടെന്ന് എങ്ങനെയാ കഴുതയാക്കുന്നേ? നിങ്ങളോട് തർക്കിക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല. മനസ്സിലായോ? സാറേ, പോപ്പട്ട് പറയുന്നത് ശരിയാണ്. അങ്ങനെയാ സംഭവിച്ചത്. അതെങ്ങനെയാ സംഭവിക്കുന്നത്? സൗകര്യത്തിനനുസരിച്ച് വറ്റിച്ചിടാനും നിറച്ചിടാനും ഇതൊരു കുളമല്ലേ, അല്ലാതെ വലിയ ടാങ്ക് ഒന്നുമല്ലോ. ഒരു കാര്യം കൂടെ, ഇനി മേലാൽ ഇതുപോലുള്ള കംപ്ലൈന്റ് ആയിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിടിച്ച് അകത്തിടും. കുളത്തിനകത്താണ്? കുളത്തിനകത്തല്ല, നിങ്ങളെ പിടിച്ച് ജയിലിടുമെന്നാ പറഞ്ഞത്. ഡ്രൈവർ, വണ്ടി എടുക്ക്. ഈ ഗ്രാമത്തിലെ ഗ്രാമമുഖ്യൻ എന്ന നിലയിൽ ഇവിടുത്തെ ഗ്രാമവാസികളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇനി ആരും തന്നെ ആ പ്രേതബാധയുള്ള കുളത്തിനടുത്തേക്ക് പോകരുത്. അമ്മാവ, അതെങ്ങനെയാ കുളത്തിന് പ്രേതബാധ ഉണ്ടാവുന്നേ? പ്രേതങ്ങളാണെങ്കിൽ അവർ കുളത്തിൽ അങ്ങനെ താമസിക്കില്ലല്ലോ. നേരെ ഗ്രാമത്തിലേക്ക് വരില്ലേ? സംശയമുണ്ടോ? ഗ്രാമത്തിലെത്തി. എല്ലാവരും ഓടിക്കോ. ഓടിക്കോ, എല്ലാവരും ഓടിക്കോ. അയ്യോ, ആരും ഓടണ്ട. അത് പ്രേതമല്ല, നന്ദനാണ്. മനുഷ്യന്റെ ജീവൻ അങ്ങ് പോയി. നീ ആ മരത്തിന്റെ മുകളിൽ എന്ത് ചെയ്യായിരുന്നു? അച്ഛനല്ലേ പല്ല് തേക്കാൻ മാവിന്റെ കൊമ്പ് വേണമെന്ന് പറഞ്ഞത്? ലാവിലാണോടോ വിവരദോഷി? പല്ല് തേക്കാനുള്ള മരത്തിന്റെ കൊമ്പ് തേടുന്നേ. വെറുതെ നിങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രേതം കാരണം ഉള്ളതല്ലെന്ന് നമ്മളിപ്പോ നേരിട്ട് കണ്ടു. അപ്പൊ പിന്നെ ആ കുളത്തിന്റെ കാര്യമോ? അതിന്റെ പുറകിൽ പ്രേതം തന്നെ ആകാനല്ലേ സാധ്യത? ദാ നോക്ക്, രാത്രിയിൽ ആരും തന്നെ വീട് വിട്ട് പുറത്തിറങ്ങാനേ പാടില്ല. ശരി, എല്ലാവരും വേഗം വീട്ടിലേക്ക് മടങ്ങിപ്പോക്കോ. കൊച്ചളിയാ, ഇവരൊക്കെ വല്ലാതെ പേടിച്ചിട്ടുണ്ട്. അതെ, പ്രേതം എന്നൊരു സാധനമേ ഇല്ലെന്ന് ഇവരെങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക? ആ കുളത്തിൽ എന്താണെന്ന് അറിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും വിശ്വസിക്കൂ. എന്നാ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മൾ ആ കുളത്തിനടുത്ത് ചെന്നല്ലേ അറിയാൻ പറ്റൂ.
ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. സംശയമുണ്ടോ? കൊച്ചളിയ ദേ കുളത്തിലെ വെള്ളം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉയർന്നു വരുന്നതല്ല, അത് താഴേക്കാ പോകുന്നേ. അടുത്തെങ്ങും ആരെയും കാണുന്നില്ല. പക്ഷെ വെള്ളമാണെങ്കിൽ കുറഞ്ഞും വരുന്നു. സംശയമുണ്ടോ? ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല. അല്ല, ഈ സമയത്ത് ഈ ട്രക്ക് എന്താണ് ഇവിടെ ചെയ്യുന്നത്? ആ? അത് ശരി, ഇവിടെ ഒരു രഹസ്യ വഴിയുണ്ട്. ഇവരൊക്കെ ആരാ? എന്താണെങ്കിലും ശരി, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എടാ പോപ്പട്ടെ, നീ പോയി ഫോറസ്റ്റ് ഓഫീസറെ വിവരം അറിയിക്ക്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങളൊന്ന് നോക്കാം. ഇവിടെ എന്താ നടക്കുന്നേ? ഇവിടെ ആരോ മൊബൈലും വാച്ചൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി തുടങ്ങിയെന്നാ എനിക്ക് തോന്നുന്നത്. ഇട കഴുതേ, ആരെങ്കിലും ഫാക്ടറി മണ്ണിനടിയിൽ ഉണ്ടാക്കോ? ഇതൊക്കെ കള്ളന്മാരാ. ഇവിടെ ബുദ്ധി അപാരം തന്നെ. ഈ കുളത്തിന്റെ താഴെ സ്മഗ്ലേഴ്സിന്റെ ഗോഡൌണുള്ള കാര്യം ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ആ, പ്രേതബാധയുള്ള കുളോടെന്ന് പറഞ്ഞ പിന്നെ ഇതിനടുത്തേക്ക് ആരും അടുക്കില്ലല്ലോ. അതാ എടാ, ഇവന്മാർ നമ്മുടെ രഹസ്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇവന്മാരെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. എടാ മണ്ടന്മാരെ, ഞങ്ങൾ ഓടാൻ വന്നതല്ല, നിന്നെയൊക്കെ പപ്പടമാക്കാൻ വന്നതാ. അല്ല പിന്നെ. വാച്ചൊക്കെ പപ്പടമാക്കിയോ? അപ്പൊ പിന്നെ തന്റെ ചീത്ത സമയം തുടങ്ങിയെന്നാ എനിക്ക് തോന്നുന്നത്. അത് ശരി, അപ്പൊ മൊബൈൽ നശിപ്പിച്ചല്ലേ? ഇനിയിപ്പോ തന്നെ എത്ര ഒച്ചല് റിംഗ് ടോൺ ഇട്ടാലും ആരും അറിയില്ല. മര്യാദക്ക് നിർത്തിക്കോ. നിയമത്തിന് മുന്നിൽ കീഴടങ്ങുന്നതാണ് എല്ലാവർക്കും നല്ലത്. സംശയമുണ്ടോ? ഈ പീറത്തത്ത ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നേ? അതിന് ഞാൻ ഒറ്റക്കല്ലല്ലോ. എന്റെ കാട്ടുമുത്തപ്പ, ഞാൻ എന്തൊക്കെയാ ഈ കാണുന്നത്? എല്ലാം കള്ളക്കടത്ത് മുതലാ. സംശയമുണ്ടോ? അത് ശരി, ഞാനിവിടെ ഫോറസ്റ്റ് ഓഫീസറായി ഇരിക്കുമ്പോ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ഒന്നും അനുവദിക്കില്ല. മനസ്സിലായോ? ഇത്രയും നാളും ഇവന്മാർ കള്ളം തന്നെയാ ചെയ്തോണ്ടിരുന്നേ. ഇവന്മാരെ ഉപദേശിക്കണ്ട, ശിക്ഷിച്ചാ മതി. ഇവിടെ ഫോറസ്റ്റ് ഓഫീസറായിട്ട് വരുന്നതിന് മുന്നേ ഞാൻ എന്റെ നാട്ടിലൊരു ഗുണ്ടയായിരുന്നടാ. അറിയോ നിനക്ക്? അപ്പൊ പിന്നെ സാറെങ്ങനെ മിസ്റ്റർ മാൽവൻകർ ആയത്? അയ്യോ, എന്റെ ഒറിജിനൽ പേരാ ഈ കാണുന്നത്. ഗുണ്ട എന്നതൊരു പേരല്ല. മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ മിസ്റ്റർ പോഞ്ഞിക്കരൻ ഞാനായിരുന്നു. എന്നാ പിന്നെ സർനെയിമിനൊപ്പം പോഞ്ഞിക്കരെന്ന് കൂടി ചേർക്കായിരുന്നില്ലേ? ഓ, പോഞ്ഞിക്കരൻ ആരെങ്കിലും പേരിന് കൂടെ ചേർക്കോടാ മര മണ്ട. സമയം വേസ്റ്റ് ചെയ്യാതെ നീ പോയി ഇടിക്ക് പോ. പോ, ഇടിക്ക്.
വേഗം വാ, ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ പോകാം. ഇപ്പൊ ദാ എന്റെ ഏരിയയിലെ കുളത്തില് വെള്ളം ഒട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് ആ കുളത്തിൽ ആദ്യം വെള്ളം നിറയ്ക്കാം. അയ്യോ, ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല. നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അതിനുശേഷമുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ അഥവാ പുറത്തിട്ടിറങ്ങിയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്താരെ വെള്ളം നിറയ്ക്കുക. ആഹാ, ഭയങ്കര ബുദ്ധിമാനാണല്ലോ നീ. ഈ കൂട്ടത്തിൽ അത്യാവശ്യം ഇന്റലിജന്റ് ആയിട്ടുള്ളതും നീ തന്നെയാണ് അല്ലേ? ദാ, ഈ കുളത്തിൽ വീണ്ടും എങ്ങനെയാടാ വെള്ളം നിറയ്ക്കുന്നേ? ആ ലിവർ താഴോട്ടാക്കി കഴിഞ്ഞാൽ മോട്ടോർ ഓൺ ആവും, അപ്പോ വെള്ളം വരും. അമ്മാവാ, ഞാൻ എന്താ പറഞ്ഞു വരുന്നെന്ന് വെച്ചാലേ, ഈ പിള്ളേരുണ്ടല്ലോ വലിയ സംഭവം. ഫുൾ ഗാങ്ങിനെയല്ലേ പിടിച്ച് കൈത്തന്നത്. കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാ ഗോഡൌണിൽ നിന്ന് കിട്ടിയത്. ഗുണ്ടകളെ ഓട്ടിച്ചല്ലേ ഞങ്ങൾ പല പ്രാവശ്യം ജയിലിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇവന്മാരെ ഇങ്ങനെ ഇടിച്ചു പിഴിഞ്ഞ് കൈ കിട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും നിങ്ങളെ സമ്മതിച്ചു കുട്ടികൾ.